അതുപോലെ സാഞ്ചേട്ടൻ മലയാള ഭാഷയിൽ വലത്ത് നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചേട്ടൻ. ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ്. ഇവർ കേൾക്കാൻ തയ്യാറാണ്. ಗೆರನಾನು ವಿಯಾನ ಚಲೋವಿ ರೇಲದಿ ಮಾಯಾನ ದಹಿಮೋ ಲೇ ಮೇಟಿ ಬಕುಲ್ನಿ ನೋಂದ್ರಜೋ ಕಡಂದಿ ഇളനായ ഇങ്ങര ഇളതാൻ കടന്തി. പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്പീഡുള്ള അണ്ണാറ കണ്ണാവ ഇണ്ണാക്കറണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പ ഉണ്ടാക്കൂ ഇണ്ണാക്കറണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പ ഉണ്ടാക്കൂ ഇണ്ടവാവു ഇൽമേവാരു ഓണക്കൽ തന്നാര പുതാത ലങ്ങേന എന്റെ വിഷുപാലു പിള്ളവ ഇഞ്ഞാണ് ഞപ്പിക്കാത്തിനേന ലൂരിക്കാം ഞാൻ നമ്നോ പോ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. അണ്ണാക്കറണ്ണാവ ലവാ പൂത്തങ്ങ ഉണ്ടാക്കൂ. താങ്ക് യു. ഇനി ഒരു 2 നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. സാഞ്ചേട്ടൻ കഥാപാത്രമായി മാറുന്നു. പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോൾ അറിയാതെ 1 2 ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നോ, പക്ഷെ ഇരുന്നണം കുടിക്കരുത്, നനഞ്ഞണം മാന്തരുത്, തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ചെവി തിന്നത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കിടക്കോളം നാരായണൻ, പാലം കിടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് 2 പക്ഷി. 2 കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം 2 പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും വിക്കര പച്ചയെന്ന് തോന്നും, ഇക്കരെ നിൽക്കും പിന്നെ അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? 2 വഞ്ചി കാലി ചോട്ടരുതെന്ന് പറയും. കളസം കീറിപ്പോലെ. കളസം മാത്രമല്ല, പുതിയ ബർമുട ഉൾപ്പെടെ കീറിപ്പോ. എന്താ ചേട്ടാ ഈ ഭാര്യമാരുടെ പേരൊക്കെ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മനസ്സിലായില്ല. ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മൂദേവി ചേച്ചി എങ്ങനെയാള്? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. അയ്യോ, ഒന്ന് ഞാൻ കേട്ടത് പാവാന്നാണല്ലോ. വണ്ടിയോട് എടുക്കണം മാങ്ങാട പുളിയറിയ. അപ്പൊ ചേട്ടൻ അടുത്തിട്ടുണ്ടല്ലേ? ഈ ശ്രീദേവി ചേച്ചിയെ പുറത്ത് കാണുന്നില്ലല്ലോ. പൊന്നൊരിക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. പാവപ്പെട്ട നേരം കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട്. ഒന്ന് വിളിക്കട്ടെ, പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത്? പണ്ടേ ദുർബല പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കൂ. ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു, പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലേടാ ഓടിക്കയറാൻ പറ്റുമോ? ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങേറ്റ അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ്, പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ? നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പനപോലെ. ചേട്ടൻ എൻ്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടൻ്റെ മകൻ്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തോ ആയി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടൻ്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. മത്ത കുത്തിയ കുമ്പളം മുളക്കും. ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാകത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ? ഇങ്ങനെയാണ് മക്കളെയും പട്ടിയൊന്നും വളർത്തരുത്. പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചില്ല കടിച്ചില്ല. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല, കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച? ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ? വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ, അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്നെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു.